ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മുഷി ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വളർത്തിയ മുഷിയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റിയോടെ ഇന്നത്തെ ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ തികച്ചും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 2 മുഷികളാണ്. ഏകദേശം 1.5-2 മാസത്തോളം പ്രായം വന്ന മുഷികളാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 വർഷം വളർത്തി കഴിഞ്ഞാൽ 5 കിലോയോളം സൈസ് വയ്ക്കുന്ന മുഷികളാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഷി ടേസ്റ്റ് കുറവാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ നമ്മളിന്ന് നല്ല വ്യത്യസ്തമായ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് തന്നെ നമ്മുടെ മുഷി ഫ്രൈ ഗംഭീരമാക്കാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ വെട്ടി വൃത്തിയാക്കി വെച്ച മീൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ മുഷിക്കുട്ടനിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടെടുത്തേക്കുക, അത് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പിടുക. അതിനുശേഷം നമുക്ക് എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും ഒരു ശരിയായിട്ടുള്ള ക്രമരീതിയിലായിരിക്കും മസാലകൾ ചേർക്കുക. ഞാനിവിടെ എൻ്റേതായ ഒരു രീതിയിലാണ് മസാല ചേർക്കുന്നത്. നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിക്കുട്ടനെയും വെളുത്തുള്ളി കുട്ടനെയും ഇതിലേക്കും മുഷിയിലേക്കും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മസാലയാണ്. മസാലപ്പൊടി ഇടുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യം നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനിവിടെ എൻ്റെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമുക്ക് രസം. നമ്മുടെ നാരങ്ങ നീരാണ് ഇതിലോട്ടേക്ക്, ഒരു നാരങ്ങയുടെ പകുതി നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് ഒരു രഹസ്യക്കൂട്ട്. ഇത് പറയാൻ പറ്റത്തില്ല, എന്നാലും രഹസ്യക്കൂട്ടാണ്. മീനിൻ്റെ രുചി കൂട്ടുന്ന ഒരു രഹസ്യ കൂട്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. മസാല എല്ലാം ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ കത്തിക്ക് വരഞ്ഞ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ മസാല പുരട്ടി നല്ല രീതിയിൽ തന്നെ അത് ആക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലാം പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം. 1/2 മണിക്കൂർ റെസ്റ്റിന് ശേഷം നമ്മുടെ മുഷിക്കുട്ടന്മാരെ നമ്മൾ എടുക്കുവാണ്. നമ്മുടെ അടുപ്പത്തേക്ക് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിനനുസരിച്ച് നമുക്ക് ഈ മുഷിക്കുട്ടന്മാരെ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒരു മുഷിക്കുട്ടനെ പതുക്കെ ഇറക്കി അങ്ങ് വെച്ചെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി മീൻ നിൽക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊരിച്ചെടുക്കാം. നമുക്ക് രണ്ടാമത്തെ ആളെയും ചട്ടിയിലത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറോളം വെന്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഷിക്കുട്ടൻ ചട്ടി കിടന്ന് വേവുന്നത് കണ്ടോ? അത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറും മച്ചമാരെ. അപ്പോൾ നമ്മുടെ മുഷി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഉപയോഗിച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.